കെ.പി.സി.സി പ്രസിഡന്റ് മാറ്റത്തിൽ ആശയക്കുഴപ്പത്തിൽ ഹൈക്കമാൻഡ് പൊതു സ്വീകാര്യനായ കെ സുധാകരനെ മാറ്റിയാൽ പകരം ആര് എന്ന ചോദ്യമാണ് ഹൈക്കമാൻഡിനെ കുഴയ്ക്കുന്നത്. അതേസമയം ഇന്നലെ ഡൽഹിയിലെത്തിയ കെ സുധാകരൻ രാഹുൽ ഗാന്ധി, മല്ലികാർജ്ജുൻ ഖർഗെ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. കേരളത്തിലെ പുനഃസംഘടനാ നടപടികൾ സംബന്ധിച്ച തുടർ നീക്കങ്ങൾ കരുതലോടെ മതിയെന്നാണ് ഹൈക്കമാൻഡിന്റെ തീരുമാനം. തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് അടിമുടി മാറ്റത്തിനൊരുങ്ങുന്ന കോൺഗ്രസിൽ പുതിയ കെ.പി.സി.സി പ്രസിഡന്റ് ആര് എന്ന ചോദ്യമാണ് ഉയരുന്നത്. കെ സുധാകരനെ മാറ്റാൻ ഹൈക്കമാൻഡിന് സമ്മർദ്ദമുണ്ടെങ്കിലും പാർട്ടി അണികൾക്കിടയിലും പൊതുസമൂഹത്തിനിടയിലും കെ സുധാകരനുള്ള സ്വീകാര്യതയാണ് വെല്ലുവിളിയാകുന്നത്. പകരം പറഞ്ഞു കേൾക്കുന്ന പേരുകൾ മതസാമുദായിക സമവാക്യങ്ങൾ നോക്കിയുള്ളതാണ്. അത്തരമൊരു പരീക്ഷണം തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോൽവിയിലേക്ക് നയിച്ചാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഹൈക്കമാൻഡിനായിരിക്കും. അതിനാൽ കേരളത്തിലെ പുനഃസംഘടനയിലെ തുടർ നീക്കങ്ങൾ കരുതലോടെ മതിയെന്നാണ് നേതൃതലത്തിലെ ധാരണ. ഇന്നലെ ഡൽഹിയിലെത്തിയ കെ.പി.സി.സി അധ്യക്ഷൻ കെ സുധാകരൻ എ.ഐ.സി.സി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയുമായും രാഹുൽ ഗാന്ധിയുമായും കൂടിക്കാഴ്ച നടത്തി. കഴിഞ്ഞ കാലങ്ങളിൽ കേരളത്തിൽ കെ സുധാകരന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് കൈവരിച്ച ഉപതെരഞ്ഞെടുപ്പ് വിജയങ്ങൾ ഉൾപ്പെടെയുള്ള നേട്ടങ്ങളും സംഘടനാ അടിത്തറ ശക്തമാക്കുന്നതിന് ആവിഷ്കരിച്ച നയപരിപാടികളും ഇരുവർക്കു മുന്നിലും സുധാകരൻ അക്കമിട്ട് നിരത്തിയെന്നാണ് സൂചന. അതേസമയം വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട തുടർ ചർച്ചകൾ നടത്തി ചില സർപ്രൈസ് തീരുമാനങ്ങൾ കേരളത്തിന്റെ കാര്യത്തിൽ കൈക്കൊള്ളാനും ഹൈക്കമാൻഡിന് പദ്ധതിയുണ്ട്. 24 കോഴിക്കോട്. അപ്പോൾ ഒരു കെ.പി.സി.സിയിലെ നേതൃമാറ്റം, ഒപ്പം DCC ഭാരവാഹികളൊക്കെ മാറും എന്നാണ് പറയുന്നത്. എന്നാൽ തൻ്റെ നേട്ടങ്ങൾ എന്താണ് എന്ന് ഹൈക്കമാൻഡിനെ ധരിപ്പിച്ചിട്ടുണ്ട് കെ സുധാകരനെ എന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ എന്താണ് ഒരു തീരുമാനം? അത് മെല്ലെ മതി, അത് കരുതലോടെ മതി എന്നാണ് ഇപ്പോൾ നേതൃത്വം ഒരു കൺഫ്യൂഷനിലാണ്. കൺഫ്യൂഷൻ തീർക്കണം. അതെ, കൺഫ്യൂഷൻ തീർക്കണമേ.